മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതലും അടിത്തറയുമാണ് പരിശുദ്ധ ത്രിത്വം എന്ന രഹസ്യം. ഇതൊരു രഹസ്യമായതുകൊണ്ട് തന്നെ ഇതിനെ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ വ്യാഖ്യാനിക്കാനും അതിലേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം, സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന്. ഇന്ന് സ്ലീഹാകാലത്തിലെ 2-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സ്ലീഹാകാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ കയ്യിൽ കടന്നു വരികയും അവരെ ഒരു പുതിയ സൃഷ്ടിയാക്കി നയിക്കുകയും ചെയ്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ തന്നെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലും നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും ഈ ഒരു പരിശുദ്ധ ത്രിത്വത്തിനെ കൂടുതലായിട്ടും അറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ഒരു ഇന്നർ ലൈഫിനെ കുറിച്ചാണ് ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എന്തുമാത്രം നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പരിശുദ്ധ ത്രിത്വത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ഈശോ എന്തുമാത്രം വെളിപ്പെടുത്തിയിട്ടുണ്ടോ അത്രയും തന്നെയാണ് നമുക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ സിമ്പിളായിട്ട് പരിശുദ്ധ ത്രിത്വത്തെ വ്യാഖ്യാനിക്കുന്നത് ഒരു ദൈവം 3 ആളുകൾ എന്നാണ്. ഒരു ദൈവത്തിൽ 3 ആളുകൾ ഒരുമിച്ച് വസിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ഏക ദൈവമായിട്ട് കൂടെ വസിക്കുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത്. നമ്മുടെ കത്തോലിക്ക വിശ്വാസം തന്നെ ആരംഭിക്കുന്നത് ഈ ഒരു പരിശുദ്ധ ത്രിത്വത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. നമ്മൾ മാമോദീസ സ്വീകരിക്കുന്ന വേളയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് നമ്മൾ മാമോദീസ മുക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ കൂദാശകളിലും ഈ ഒരു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധൻ്റെ ത്രിത്വത്തിൻ്റെ നാമത്തിൽ നമ്മൾ പാപമോചനം സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ രോഗീലേപനം സ്വീകരിക്കുന്നു. എല്ലാ കൂദാശകളിലും പ്രാർത്ഥനകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു അനുഭവമാണ്. പ്രാർത്ഥനകൾ തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും എല്ലാം നമ്മൾ ഈ ഒരു പരിശുദ്ധ ത്രിത്വത്തെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമ്മൾ കൂട്ടുപിടിക്കാറുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്ത് പഠിച്ച ഒരു പ്രാർത്ഥനയാണ്, ഏറ്റവും ആദ്യമേ ഒരുപക്ഷെ പഠിച്ച പ്രാർത്ഥനയായിരിക്കും നമ്മുടെ കുരിശുവര. ആ കുരിശുവരയിലും നമ്മൾ അനുസ്മരിക്കുന്നത് ഈ ഒരു പരിശുദ്ധ ത്രിത്വത്തെയാണ്. പല സഭാപിതാക്കന്മാരും ഈ പരിശുദ്ധ ത്രിത്വത്തെ വ്യാഖ്യാനിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അൾത്താരയിലുള്ള വസ്തുക്കളെ വെച്ചുകൊണ്ട് പരിശുദ്ധ ത്രിത്വം എന്താണെന്ന് പഠിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അൾത്താരയിലിരിക്കുന്ന മെഴുകുതിരി എടുക്കും. തിരിയിൽ ആ തീനാളത്തെ നോക്കി അദ്ദേഹം പറയും, തീനാളത്തിന് ഒരു രൂപമുണ്ട്, ഒരു ഷേപ്പുണ്ട്. അതുപോലെ തന്നെ അതിനൊരു ചൂടുണ്ട്, അതിനൊരു പ്രകാശമുണ്ട്. അപ്പോൾ ഈ മൂന്നും, ഈ ഒരു ഷേപ്പ്, ഈ ഒരു രൂപം, പ്രകാശം, ചൂട്, ഇത് മൂന്നും ഒരു തീനാളത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് അത് മൂന്നും വ്യത്യസ്തമല്ല, ഒരു സാധനം തന്നെയാണെന്ന് അദ്ദേഹം പറയും. അതുപോലെ തന്നെ അൾത്താരയിരിക്കുന്ന പൂച്ചെണ്ടുകളെ അല്ലെങ്കിൽ ബൊക്കേനെ നോക്കി അദ്ദേഹം റോസാപ്പൂവിനെ എടുക്കും. റോസാപ്പൂവിനും എതളുകളുണ്ട്, പല രൂപമാണ്, മണമുണ്ട്, പല ഷേപ്പാണ്. എങ്കിൽ പോലും അദ്ദേഹം പറയുകയാണ്, ഈ കളറും രൂപവും മണവും സുഗന്ധവുമെല്ലാം ഒരു റോസാപ്പൂവിൽ തന്നെ ഉള്ളതുപോലെ തന്നെ പരിശുദ്ധ ത്രിത്വവും 3 പേര് ഒരാളിലായിട്ട് അടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അൾത്താരയിൽ വെച്ചിരിക്കുന്ന വെള്ളം അദ്ദേഹം എടുക്കും. അദ്ദേഹം പറയും, വെള്ളത്തിന് 3 സ്റ്റേറ്റിൽ ആയിരിക്കാനായിട്ട് സാധിക്കും. ദ്രാവകമായിട്ടാണെങ്കിലും സോളിഡായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേപ്പറായിട്ടാണെങ്കിലും ഈ വെള്ളമെല്ലാം ആയിരിക്കുന്നത് 3 രൂപത്തിലാണെങ്കിലും അതെല്ലാം ഒരു വസ്തു തന്നെയാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത്. 3 ആളുകളാണെങ്കിലും 3 ആളുകളും ഒരു ദൈവമാണ്. 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായിട്ടുള്ള ഒരു തിയോളജിയനാണ് കാൾ റാഹ്നർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിട്ടുള്ള ഒരു പുരോഹിതൻ അദ്ദേഹത്തിന് അടുത്ത് വന്ന് ചോദിച്ചു, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം റാഹ്നർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുതെന്നുള്ളത്. കാരണം നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാനും പറ്റാത്തതിനും ഉപരിയായിട്ടുള്ള ഒരു രഹസ്യമാണ്. അപ്പോൾ ആ രഹസ്യത്തെ നമ്മൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കത്തില്ല. അതുകൊണ്ട് ആ രഹസ്യത്തെ നമ്മൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ടാണ് പരിശ്രമിക്കേണ്ടത്. ആ രഹസ്യത്തെ നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള അർത്ഥതലങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുകയാണ്. നമ്മൾ
ബൈബിൾ എടുക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചനകളൊന്നും തന്നെ കാണുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അമ്മയോട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, അതിനാൽ ജനിക്കാൻ പോകുന്നവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആദ്യമായിട്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയായിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ മാമോദീസായുടെ വേളയിൽ സ്വർഗം തുറക്കപ്പെടുകയാണ്, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരികയാണ്. സ്വർഗത്തിൽ നിന്നും പിതാവ് ഒരു സ്വരം പുറപ്പെടുവിക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ സ്വർഗാരോഹണ വേളയിൽ ഈശോ ശിഷ്യന്മാർക്ക് ഒരു കൽപ്പന നൽകുകയാണ്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ച് മാമോദിസ കൊടുക്കുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുമ്പോൾ പറയുകയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ മാമോദിസ നൽകുകയും. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ഈശോ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച്. പിതാവ് ആരാണ്, പുത്രൻ ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ്, നമുക്ക് സഹായനായിട്ട് നൽകാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യമെന്താണ്, ഇതെല്ലാം ഈശോ പഠിപ്പിക്കുന്ന വലിയൊരു അധ്യായങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ. അതിനകത്ത് ഈശോ ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ റോളുകളെക്കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്, പിതാവിൻ്റെ കർത്തവ്യം എന്താണെന്ന് പറയുന്നുണ്ട്. പിതാവിൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി സൃഷ്ടിയെ കാത്തുപരിപാലിക്കുന്ന ഒരു നല്ല പിതാവ്. അതുപോലെ തന്നെ പുത്രൻ്റെ റോൾ എന്ന് പറയുന്നത് രക്ഷയാണ്. മാനവകുലത്തിനെ രക്ഷിക്കാനായിട്ട് അവനെ പാപങ്ങളിൽ നിന്നെല്ലാം മോചിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് പുത്രൻ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ റോൾ എന്ന് പറയുന്നത് നയിക്കുക, പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ അനുദിനം നയിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പരിശുദ്ധാത്മാവ്, നമ്മളെ രക്ഷിക്കാനായിട്ട് പുത്രനായിട്ട് വന്ന ഈശോ തമ്പുരാന്, അതുപോലെ തന്നെ നമ്മളിൽ കുടികൊള്ളുന്ന പിതാവ്, നമ്മൾ പിതാവിൽ കുടികൊള്ളുന്ന ഒരവസ്ഥ, ഇതാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തെ നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളുമായിട്ട് ഒന്ന് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. പരിശുദ്ധ ത്രിത്വത്തിൽ അടങ്ങിയിരിക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണതയാണ്. ഈ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് ഓരോ ക്രിസ്തീയ കുടുംബങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു. ഇവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു ഫലമായിട്ട് പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ഇതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിൽ മാതാവും പിതാവും പരസ്പരം സ്നേഹിക്കുമ്പോൾ, പിതാവ് മാതാവിനെ സ്നേഹിക്കുമ്പോൾ, മാതാവ് പിതാവിനെ സ്നേഹിക്കുമ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട് കുട്ടികൾ ജനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു രൂപാന്തരപ്പെടലിന് വേണ്ടിയാണ് ഓരോ കുടുംബവും ആഗ്രഹിക്കേണ്ടത്. ഈ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുവാനായിട്ടാണ് ഓരോ കുടുംബവും പരിശ്രമിക്കേണ്ടത്. നമ്മുടെയൊക്കെ സ്നേഹങ്ങൾ ഒരുപക്ഷെ ലിമിറ്റഡ് ആയിരിക്കാം, അതിന് പരിമിതികളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ഈ ഒരു പരിശുദ്ധ ത്രിത്വത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ സ്നേഹത്തിനെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിനെല്ലാം ക്ഷമിച്ച് പുറത്ത് സ്നേഹിച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ ഇന്നത്തെ തിരുനാളിൽ ഏറ്റെടുക്കുക. നമ്മുടെ കുടുംബജീവിതത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു സ്നേഹ സാന്നിധ്യം എന്നും നിറഞ്ഞു നിൽക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇന്നത്തെ തിരുനാൾ നമ്മളെ ക്ഷണിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുവാനാണ്. പരിശുദ്ധ ത്രിത്വത്തിന് കിടന്നു വന്ന് വസിക്കുവാനുള്ള ഒരിടമാക്കി നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുവാനാണ്. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദത്തിൻ്റെയും ഹവ്വായുടെയും കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മുടെ ദൈവമെന്ന് പറഞ്ഞാൽ ഒരു സിംഹാസനമിട്ട് സ്വർഗത്തിലായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും അകന്നു മാറിയിരിക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ കൂടെ ഉള്ള ഒരു ദൈവമാണ്. ഒരു പേഴ്സണൽ ഗോഡാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന, കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, കൂടെ വസിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളിൽ സിംഹാസനമിട്ട് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ആദിപിതാക്കന്മാരായ ആദവും ഹവ്വായും പാപം ചെയ്ത് ആ ഒരു ബന്ധത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും ഈശോ തമ്പുരാൻ ഇന്നും ആഗ്രഹിക്കുന്നത് നമ്മളെ ആ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനാണ്. ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനാണ്. അപ്പോൾ ഈശോ കൂടെ നടക്കുന്ന ഒരു അനുഭവം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് പരിശുദ്ധ ത്രിത്വത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധ ത്രിത്വത്തിന് വസിക്കുവാനായിട്ട് ഒരു സിംഹാസനം പണിയിച്ചു കൊടുക്കാം. ലിസിയിലെ വിശുദ്ധ ത്രേസ്യ പുണ്യയുടെ ജീവിത ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരി സെലിൻ വന്ന് ചോദിക്കുകയാണ്, ഒരു ചെറിയ ഗോതമ്പപ്പത്തിൽ
പരമപരിശുദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ സർവ്വവ്യാപിയായിട്ടുള്ള ദൈവത്തിന് എങ്ങനെ വസിക്കുവാനായിട്ട് സാധിക്കും? അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം കൊച്ചുത്രേസ്യ പുണ്യവതി തൻ്റെ സഹോദരിയോട് ഇപ്രകാരം പറയുന്നുണ്ട്, അദ്ദേഹം സർവശക്തനായതുകൊണ്ട് അത് സാധിക്കുമെന്ന്. അതേ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ദൈവം സർവശക്തനായതുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വസിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷെ നമ്മളൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറന്നു കൊടുക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിന് യോജിച്ച ആലയങ്ങളായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ അതിൻ്റെ വലിയ വീഴ്ചകൾ നമ്മൾ തന്നെ അനുഭവിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. സ്ലീഹന്മാരിലുണ്ടായ ഒരു വലിയ വ്യത്യാസം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്ലീഹന്മാർ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് കടന്നു പോയതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം നടന്നു കഴിയുമ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് വിശ്വാസം നമുക്ക് ഏറ്റുപറയാനായിട്ട് ഒരു മടിയും കൂടാതെ സാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു സ്ലീഹാകാലത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരുണ്യവാനായ ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.